നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റീസിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 centimeters ആൻഡ് വൺ സൈഡ് ഈസ് 8 centimeters ലോങ്ങർ ദാൻ ദ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ, ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. വശങ്ങളുടെ നീളം കണക്കാക്കുക. പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ. എന്താണ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ? റെക്റ്റാങ്കിളിൻ്റെ ചുറ്റളവ് എത്ര എന്നാണ്. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ എത്ര സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുള്ളത്? 40 സെൻറ്റിമീറ്റർ ടു 40 സെൻറ്റിമീറ്റർ. എങ്കിൽ അതിൻ്റെ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിളുടെ ഇക്വേഷൻ എന്തായിട്ട് വരും? 2 × L + B അല്ലേ? എങ്കിൽ ആദ്യത്തെ വശം എത്രയാണ്? ലെങ്ത് ഈക്വൽ ടു x + 8 അല്ലേ? എന്താണ്? ബ്രെഡ്ത്തിനേക്കാളും കൂടുതലാണ് ലെങ്ത്ത്. അപ്പോൾ ബ്രെഡ്ത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? ബ്രെഡ്ത്തിന് x എന്ന് കൊടുക്കാം. അപ്പോൾ ബ്രെഡ്ത്തിനേക്കാളും കൂടുതലാണ് ലെങ്ത്ത് അല്ലേ? ഇനി നമ്മുടെ ഇക്വേഷൻ എഴുതാം. 2 × L + B. എന്താണ്? ബ്രെഡ്ത്തിനേക്കാളും ലെങ്ത്ത് കൂടുതലാണ്. എത്രത്തോളം? +8 അല്ലേ? 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അതിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് വരും? 2 × L + B = 40 സെൻറ്റിമീറ്റർ. ഇനി എന്താണ്? നമുക്ക് 2 × x കണ്ടോ? ഏതാണ്? ഈ എക്സും x + 8ഉം നമുക്ക് കൂട്ടി എഴുതാം. x + 8 + x കണ്ടോ? ആദ്യം x + 8 എഴുതി, പിന്നെ നമ്മുടെ x എഴുതി. = 40 സെൻറ്റിമീറ്റർ. ഇനി എന്താണ്? നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? 2 × എത്ര x ഉണ്ട്? 2x ഉണ്ട് അല്ലേ? 2x + 8 = 40 സെൻറ്റിമീറ്റർ. ഇനി എന്താണ്? നമുക്ക് ഇവരെ ഇൻറ്റു ചെയ്യാം. എങ്ങനെ ചെയ്യാം? 2 × 2 4x + 8 × 2 16 = 40 സെൻറ്റിമീറ്റർ. കണ്ട? ഇനി എന്താണ്? 4x = 40 + 16 അപ്പുറത്തേക്ക് പോകുമ്പോൾ എത്രയായി? -16. ഇനി 4x = 14 - 16 എത്രയായിട്ട് വരും? നമുക്ക് 1 കൊടുത്തു, 3 ആയി. 6 10 ആവാൻ 4, 3 1 ആവാൻ 2. അപ്പോൾ 4x എത്ര നമുക്ക് കിട്ടി? 24. x = 24/4. എത്രയാണ്? 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 24 എത്രയായിട്ട് വരും? 6. അപ്പോൾ x = 6 ഉണ്ടല്ലോ. ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഏതായിട്ട് എടുത്ത് നമ്മൾ x + 8 അല്ലേ? അപ്പോൾ x + 8, എക്സിന് എത്ര കിട്ടിയിട്ടുണ്ട്? 6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സിന് സ്ഥാനത്ത് 6 ചെയ്താൽ 6 + 8 = 14.